ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോകുന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. ഇത് ലാസ്റ്റ് ആയിട്ട് ഒരു പീരീഡ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഹോസ്റ്റലിൽ ചെന്നിട്ടാൽ ടിവിയിൽ വളരെ റിലാക്സ് ആയിട്ട് നമുക്ക് ഫുട്ബോൾ മാച്ച് കണ്ട് രസിക്കട്ടാൽ. അടുത്ത പീരീഡ് സൈഫൈ സാറിന്റെ ആണ്. ഭാഗ്യത്തിന് നമ്മൾ സയൻസ് പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇല്ലല്ല ഇടാ, ഞാനൊന്നും ചെയ്തിട്ടില്ലടാ. എന്ത്, നിനക്ക് ഓർമ്മയില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ആരോ ഒരു സ്റ്റുഡന്റ് പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് സൈഫൈ സാർ അവനെ സ്കൂളിൽ കഴിഞ്ഞതിന് ശേഷം അവനെ ക്ലാസ്സിൽ മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അവനെ കൊണ്ട് പ്രോജക്റ്റ് മൊത്തം ചെയ്യിപ്പിച്ചു. അപ്പൊ വീണ്ടും എന്റെ ഫുട്ബോൾ മാച്ച് മിസ്സാവുന്നതാണ് തോന്നുന്നത്. ഗോപു, നിന്റെ സയൻസ് പ്രോജക്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതായത് സയന്റിസ്റ്റ് ന്യൂട്ടൺ പോലും ഇത്ര അടിപൊളിയായിട്ട് ഇങ്ങനത്തെ പ്രോജക്ട് ചെയ്യില്ല. നീ അത്രയ്ക്കും മിടുക്കനാ ഗോപു. ഇപ്പൊ ഗോപാലിന്റെ സയൻസ് പ്രോജക്ട് എന്നെ രക്ഷിക്കും നോക്കട്ടെ. അതെങ്ങനെയാടാ? എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. സൈഫൈക്ക് ഇപ്പൊ വേണ്ടത് നിങ്ങളുടെ സയൻസ് പ്രോജക്റ്റ് ആണ്. എടുത്തോണ്ട് വന്ന് കാണിക്കേ. ഗുഡ് ആഫ്റ്റർനൂൺ കുട്ടികളെ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സയൻസ് പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞോ? ഡിസ്റ്റിങ്ഷൻ. ചെന്ന് എല്ലാ സ്റ്റുഡൻസിന്റെയും പ്രോജക്ട് ഹോൾഡേഴ്സ് കളക്ട് ചെയ്ത് കൊണ്ടുവാ. ഓക്കെ സാർ. വേഗം 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 താ. വേഗം താ വെക്ക്. ഇനി പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. വേഗം താ. ഇതെന്താടാ നീ ചെയ്തത്? നിക്കടാ. ഞാനുണ്ട്. ഞാൻ എല്ലാ ഫോൾഡറും കളക്ട് ചെയ്ത് തരാം. ഓ നോ, നിനക്ക് ശരിക്കും അക്യൂട്ട് വൈറൽ റൈനോ പാരഞ്ചൈറ്റിസ് അസുഖമാണ്. റൈനോ എന്ത് വെച്ചാ എന്താടാ? ജലദോഷം. നിനക്കിപ്പോ ഹോട്ട് ലൈറ്റ് പീൻ കുടിക്കേണ്ടതാണ്. നീ എന്താ പറയുന്നത്? അങ്ങനെ വെച്ചാ എന്താ? ടൊമാറ്റോ സൂപ്പ്. ഒരു കാര്യം ചെയ്യേ, ലക്ഷ്മണനെ ഞാൻ ശ്രദ്ധിച്ചോളാം. നീ ഈ ഫോൾഡർ ഫയൽ ചെയ്യാൻ. ഇത് കൊള്ളാലോ. ഫാന്റാസ്റ്റിക്. ഇത് കണ്ടോ? മാധവൻ എത്ര നല്ല പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ? എന്ത് നല്ല ക്ലിയർ ഹാൻഡ് റൈറ്റിംഗ്, ക്ലിയർ ഡയഗ്രാം. പ്രോജക്റ്റ് ചെയ്താൽ മാധവനെ പോലെ ചെയ്യണം. ഗോപു, അല്ല അത് നിന്റെ ഹാൻഡ് റൈറ്റിംഗ് പോലെ ഉണ്ടല്ലോ. ആ പ്രോജക്റ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അവൻ തന്നെയാണ് ഗോപാൽ. ബ്ലാങ്ക് പേപ്പർ ഫയൽ ചെയ്തത് കൊണ്ട് പ്രോജക്ട് റെഡി ആവില്ല ഗോപാൽ. പക്ഷേ സാറേ, പിന്നെ ഒന്നുമില്ല. ഇത് നീ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് പോലും ക്ലാസ്സിലിരുന്ന് നീ നിന്റെ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് മാത്രമേ നീ ഹോസ്റ്റലിലേക്ക് പോകാവൂ. എന്നെ പോലെ പ്രോജക്ട് ചെയ്യാനേ അത്ര പെട്ടതൊന്നും ആർക്കും പറ്റില്ല. ഗോപു, എന്ന് വെച്ചാൽ ഇതെല്ലാം ആ മാധവന്റെ പ്ലാൻ ആണ്. അവൻ നിന്റെ പ്രോജക്ട് അടിച്ചു മാറ്റിരിക്കുക. വെരി ബാഡ്. അവൻ എന്റെ പ്രോജക്റ്റ് തട്ടിപ്പറിച്ചു. ഞാൻ അവന്റെ ഫ്രീഡം തട്ടിപ്പറിക്കും. ശരി, വാ നമുക്ക് പോകാം കൂട്ടുകാരെ. ഇവൻ ഇന്ന് മുഴുവൻ ഇവിടെ ഇരുന്ന് പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളതല്ലേ. ഓൾ ദി ബെസ്റ്റ് ഗോപു. ഞാൻ ഇവിടെ പനിഷ്മെന്റ് അനുഭവിക്കണം. നീ അവിടെ ജോളിയായിട്ട് ഇരിക്കുമല്ലേ? അത് നടക്കില്ലടാ മാധവ. ഐഡിയ. സാറേ, ഐ എം സോറി. എനിക്ക് അറിയാതെ ഒരു തെറ്റ് പറ്റിയതാ. ഞാൻ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തേക്കാം. പക്ഷെ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് സാർ. എന്ത് റിക്വസ്റ്റ് ആണ് സാർ? നിങ്ങളല്ലേ പറഞ്ഞത് പ്രോജക്ട് ചെയ്യണമെങ്കിൽ മാധവനെ പോലെ ഉണ്ടാവണമെന്ന്. എനിക്കും മാധവനെ പോലെ പ്രോജക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സാർ. ഇപ്പൊ മാധവനും ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ, എന്നെ ഗൈഡ് ചെയ്യുകയാണെങ്കിൽ ഞാനും സൂപ്പറായിട്ട് പ്രോജക്ട് ചെയ്യാൻ പഠിക്കില്ലേ സാർ? വെരി ഗുഡ് ഗോപാൽ. ഇപ്പോഴാണ് നീ ശരിക്കും സ്മാർട്ട് ആയത്. അത് വളരെ നല്ലൊരു കാര്യമാണ് ഗോപാൽ. വെരി ഗുഡ്. പക്ഷേ സാറ്, മാധവ്, നിനക്ക് അവനെ പഠിപ്പിക്കാൻ ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ഈ കാര്യത്തിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. ഇപ്പൊ നീ പ്രോജക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഗോപാലിനെ ഹെൽപ്പ് ചെയ്യണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഗോപാൽ ഈ പ്രോജക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നിനക്ക് ഈ ക്ലാസ്സിൽ പോകാൻ പറ്റൂ. ഗോപു, ഞാൻ പറയുന്നത് കേക്ക്. പ്രോജക്ട് റെഡിയാക്കാൻ ഞാൻ നിനക്ക് സഹായിക്കട്ടെ. Don't worry, ലക്ഷ്മൺ. ഒരു കാരണവശാലും ഞാൻ വീണ്ടും ഒരു പ്രോജക്ട് ചെയ്യില്ല. ഇപ്പൊ മാധവൻ തന്നെ എന്റെ സയൻസ് പ്രോജക്ട് ഫയല് തിരിച്ചു കൊണ്ടുവന്ന് തരുവാടാ. നീ ഹോസ്റ്റലിലേക്ക് പോ. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ? ഞാൻ പറയുന്ന കേക്ക്. നിങ്ങൾ എല്ലാവരും ഹോസ്റ്റലിലേക്ക് ചെല്ല്. പോപ്കോൺ റെഡിയാക്കി വെക്ക്. ഞാൻ ഈ ഗോപുവിനെ ഒന്ന് കളിപ്പിച്ചിട്ട് എത്രയും വേഗം തന്നെ അങ്ങോട്ട് വന്നേക്കാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഫുട്ബോൾ മാച്ച് കാണാം.
എടാ ഗോപു വേഗം പ്രോജക്ട് ചെയ്ത് തീർക്കടാ, എനിക്ക് ഹോസ്റ്റലിൽ ചെന്ന് ഫുട്ബോൾ മാച്ച് കാണാനുള്ളതാ. അപ്പൊ ഫുട്ബോൾ മാച്ച് കാണാനാണ് ഇവൻ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നല്ലേ? ഇന്നത്തെ ഫുട്ബോൾ മാച്ച് രാവിലെ തന്നെ ക്യാൻസൽ ആയല്ലോ. ഈ കാര്യം മാധവൻ അറിയില്ലെന്ന് തോന്നുന്നു. ഇനി ഏതായാലും ഈ ഫുട്ബോൾ വെച്ച് മാധവനെ ഒന്ന് കുരങ്ങ് കളിപ്പിച്ചേ പറ്റൂ. ഓ എന്റെ പേന അത് ക്ലാസ് റൂമിന്റെ പുറത്ത് പോയി വീണല്ലോ. ഇപ്പൊ ഞാൻ എങ്ങനെ എഴുതുന്നത്? ഇവനെ കൂടി ഞാൻ തോറ്റു. എന്നാ പിടിക്ക്, എന്റെ പെണ്ണ് വെച്ച് എഴുതിക്കോ നീ. ഞാൻ എപ്പോഴും എന്റെ പേന കൊണ്ട് എഴുതാറുള്ളൂ. എന്നാ നീ പുറത്തേക്ക് ചെന്ന് വേഗം നിന്റെ പെണ്ണ് എടുത്തോണ്ട് വാടേ. ഇല്ല ഇല്ല, നീ സൈഫൈ സാർ പറഞ്ഞത് മറന്നുപോയോ? ഞാൻ പ്രോജക്റ്റ് ചെയ്ത് തീർക്കുന്നത് വരെ എനിക്ക് ഈ ക്ലാസ് റൂം വിട്ട് പുറത്തേക്ക് പോവാൻ പറ്റില്ല. ശരി ഓക്കെ, നീ എന്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ നോക്കണല്ലേ? അങ്ങനെ ഒന്നും ചെയ്യാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ലടാ. ഞാൻ ഇപ്പൊ തന്നെ പുറത്തേക്ക് വേണ്ടി നിന്റെ പെണ്ണ് എടുത്തോണ്ട് വാങ്ങിക്കാം. ആ ഫുട്ബോളും മാച്ചും മാത്രം ഒന്നും ഇല്ലായിരുന്നെങ്കിലേ ഞാൻ ഈ ഗോപുനുണ്ടല്ലോ, ഗോപുനോട് ഞാൻ കാല് കാത്തിരിക്കില്ലായിരുന്നു. ചേടാ ഈ പെണ്ണ് എവിടെയോ പോയത്, എവിടെ തേടിയിട്ട് കാണുന്നില്ല. അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നല്ലോണം നോക്കടാ. മാധവ, എനിക്ക് തോന്നുന്നു ദേ പേന അവിടെ ഉണ്ടെന്നാ. ഒരു 2 അടി മുന്നോട്ട് പോ. ആ ദേ അവിടെ ഉണ്ട്, അവിടെ. എവിടെ ആ പേന എങ്ങനെ ഇത്ര ദൂരത്തിലൊന്ന് വീണത്? എന്ത് പറ്റിയടാ മാധവ? എല്ലാം ഓക്കെ അല്ലേ? ചാണകം കിട്ടി, പേന കിട്ടി. ഇത് കൊള്ളാം, വേസ്റ്റ് മൊത്തം ഡസ്റ്റ്ബിനകത്ത് ഇട്ട് കഴിഞ്ഞു. ഇത്രയും വലിയ ഡസ്റ്റ്ബിനിൽ ഞാൻ ആ പേന എങ്ങനെ കണ്ടെത്തും? അങ്ങനെ അവസാനം ആ പേന എനിക്ക് കിട്ടിക്കഴിഞ്ഞു. വേസ്റ്റ് മൊത്തം അകത്ത്, പിന്നെ ദുർഗന്ധം എങ്ങനെ പുറത്തു വന്നത്? ഷടാ, ഇതെങ്ങനെ പറ്റിയത്? ചപ്പും ചവറും ഡസ്റ്റ്ബിനകത്ത് നിന്ന് എങ്ങനെ പുറത്തു വന്നത്? അയ്യോ, പിടിച്ചോടാ നിന്റെ ഈ പേന. പ്ലീസ് ഒന്ന് പെട്ടെന്ന് എഴുതി തീർക്കണം. പിന്നെ നീ ആദ്യം ചെന്നൊന്ന് കുളിക്കടാ, വല്ലാത്ത ദുർഗന്ധം വരുന്നേ. ഇന്നതെന്താ ഇത്? ചപ്പും ചവറിന്റെ മഴയാണോ? എവിടെ ചെന്നാലും ചപ്പും ചവറാണല്ലോ. ഷടാ, ഇതെന്താ ഇത്? നിങ്ങള് രണ്ടുപേരും ഇത്രയും നേരമായിട്ട് ക്ലാസ്സിനകത്ത് ഇരിക്കുന്നത് എന്താടാ? ഓ അത് ശരി, സൈഫൈ സാറ് ഡിറ്റൻഷൻ തന്നിരിക്കാണല്ലേ. എഴുതിക്കോ, നല്ലോണം എഴുതടാ. റിലാക്സ് ആയിട്ട് എഴുത. ഇന്ന് രാത്രി ഇവിടെ കിടന്നുറങ്ങാനാണ് പ്ലാനെങ്കില് നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ബെഡിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. അല്ല പിന്നെ അങ്ങനെ ഈ സയൻസ് പ്രോജക്റ്റിന്റെ ഫയല് സൈഫൈ സാറിന്റെ റൂമിൽ ചെന്ന് വയ്ക്കാം. എന്നിട്ട് എന്റെ എല്ലാ ജോലിയും അങ്ങ് തീർന്നു. പിന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കും. ഓ ബാബാ, ഇത് ഗോലിയല്ലേ? കൊള്ളാം. ഇത് എന്റെ കൈവിട്ട് പോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഓഹോ, എന്തായാലും പ്രോജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാ. പെട്ടെന്ന് തന്നെ കാലിനടിയിൽ ചക്രമാരാണ് വെച്ചത്. എല്ലാ ക്ലോസ് ഫയലും ഓപ്പൺ ആയി പോയല്ലോ. ഓഹോ, നിനക്കിത് എന്താ പറ്റിയത് പപ്പി? ജോലി തീരെന്ന് വെച്ചാൽ കൂടി പോവാണല്ലോ. പപ്പി എന്നാ പിടിച്ചോ, നിന്റെ ജോലിയെല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഐ എം സോ ടയേർഡ്. ശരി. ചേടാ, എന്റെ പ്രോജക്ട് ഫയൽ എവിടെ പോയി? ആദ്യം പെണ്ണ് കാണുന്നില്ലെന്ന് പറഞ്ഞു, പ്രോജക്ട് ഫയൽ കാണുന്നില്ലെന്നോ? എനിക്ക് തോന്നുന്നത് പപ്പി എടുത്തോണ്ട് പോയ ഫയലില്ലേ, അതിൽ ചിലപ്പോ എന്റെ പ്രോജക്ട് ഫയൽ ഉണ്ടാവും. അപ്പൊ ചെന്ന് സ്റ്റാഫ് റൂമിൽ പോയി നിന്റെ പ്രോജക്ട് ഫയൽ എടുത്തോണ്ട് നീ കണ്ടില്ലേ പപ്പി എന്തുമാത്രം പ്രോജക്ട് ഫയൽ എടുത്തോണ്ട് പോയെന്ന്? ഒറ്റയ്ക്ക് പോയി അതൊക്കെ ചെക്ക് ചെയ്യാനേ ഒരുപാട് സമയം എടുക്കും. എനിക്ക് അവിടെ ഒരുപാട് ലേറ്റ് ആയാലുണ്ടല്ലോ, നിനക്കും ഇവിടെ ഒരുപാട് ലേറ്റ് ആവും. പിന്നെ നീ അങ്ങനെ നിന്റെ ഫുട്ബോൾ മാച്ച് കാണാൻ പോകുന്നത്? ഇപ്പൊ നീയും എന്റെ കൂടെ അങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് വേഗം ഫയൽ കണ്ടെത്താന്നേ. ശരിക്കും വന്ന് കുടുങ്ങി പോയല്ലോടാ. വാടാ. ചേടാ, ഇതെന്താ ഇവിടെ ഫയൽസ് മല പോലെയാണല്ലോ ഉള്ളത്. എടാ ഗോപു, നീ അവിടുന്ന് തുടങ്ങിക്കോ, ഞാൻ ഇവിടെയുള്ള ഫയൽസ് ഒക്കെ ചെക്ക് ചെയ്തോളാം. എടാ ഗോപു, നീ എന്താടാ വായി നോക്കി അവിടെ നിക്കുന്നേ? വേഗം ചെന്ന് തേടി കണ്ടെത്ത്. തേടാം. ഗോപു, നിന്റെ ഫയല് കിട്ടിയടാ, നിന്റെ ഫയല് കിട്ടി. കിട്ടിയിട്ട് എന്താ പ്രയോജനം? ഞാൻ ഇനിയും പ്രോജക്റ്റ് എഴുതാൻ പോലും തുടങ്ങിയിട്ടില്ലല്ലോ. ദേ അവിടുന്ന് സൈഫൈ സാറും വന്നോണ്ടിരിക്കുക. നമ്മളിപ്പോ അദ്ദേഹത്തോട് എന്ത് ഉത്തരം പറയും?
ശരിക്കും സൈഫൈ സാർ ഇവിടെ എത്തിയല്ലോടാ. ഇനിയിപ്പോ നമ്മൾ എന്ത് പറയും? ഇങ്ങനെ പറഞ്ഞാലോ, നമ്മൾ ഇതുവരെ പ്രോജക്റ്റ് എഴുതാൻ പോലും തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് അദ്ദേഹം പണിഷ്മെന്റ് കൂട്ടി തന്നാലോ? വീണ്ടും എന്നോട് പ്രോജക്റ്റ് എഴുതാൻ പറഞ്ഞാലോ? അപ്പൊ ഡബിൾ ടൈം ആവില്ലേ? എന്തുമാത്രം എനിക്ക് ലേറ്റ് ആവുന്നോ അതേപോലെ നിന്റെ കാര്യത്തിൽ ലേറ്റ് ആയി പോവും. പിന്നെ നിനക്ക് നിന്റെ ഫുട്ബോൾ മാച്ച് കാണാൻ പറ്റില്ല. ഇല്ല പറ്റില്ല. എനിക്ക് ഫുട്ബോൾ മാച്ച് മിസ് ചെയ്യാനൊന്നും പറ്റില്ല. ഓൾറെഡി ഒരുപാട് ലേറ്റ് ആയി പോയിരിക്കാടാ. ഇപ്പൊ എന്തെങ്കിലും ചെയ്യണല്ലോ. ഐഡിയ. അത് എവിടെ പോയി കിട്ടി. ഇന്ന പിടിച്ചോ ഗോപു, എന്റെ സയൻസ് പ്രോജക്ട് ഫയൽ. ശരിക്കും പറഞ്ഞ ആ ഫയല് നിന്റെ ഫയൽ തന്നെയാടാ. നീ സൈഫൈ സാറിനോട് ഇതെന്നെ കാണിക്കുക, എന്നിട്ട് ഡിറ്റൻഷൻ നിന്ന് രക്ഷപ്പെടാൻ നോക്കടാ. ഓക്കെ ചേട്ടാ, നിങ്ങളെ രണ്ടാളും ഇവിടെ എന്തെടുക്കുക? സാറേ, നിങ്ങൾ മറന്നുപോയോ? നിങ്ങൾ എന്നോട് സയൻസ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞതല്ലേ? അങ്ങനെ ഞാൻ എപ്പോഴാ പറഞ്ഞേ? ഓ അതെ. അപ്പൊ നീ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞോ? അതെ സാർ, ഞാൻ എന്റെ സയൻസ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാനത് കാണിക്കാനാ ഇങ്ങോട്ട് വന്നത്. ഗോപാൽ, നിന്റെ പ്രൊജക്ട് സെയിം ടു സെയിം മാധവന്റെ പ്രൊജക്ട് പോലെ തന്നെയുണ്ട്. ഏതാണ്ട് ഇപ്പോ കോപ്പി പേസ്റ്റ് ആണെന്ന് പറയാം. സാർ, നിങ്ങളല്ലേ പറഞ്ഞത് സയൻസ് പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മാധവന്റേത് പോലെ തന്നെ ഉണ്ടാവണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ മാധവന്റേത് പോലെ തന്നെ പ്രോജക്റ്റ് ചെയ്തത്. ഏതാണ്ട് സെയിം ടു സെയിം. കൊള്ളാം, കലക്കി. ഇപ്പൊ നിനക്ക് ഹോസ്റ്റലിലേക്ക് പോകാം. വാ, രക്ഷപ്പെട്ടു. ഇപ്പൊ തന്നെ ഞാൻ ചെന്ന് ഫുട്ബോൾ മാച്ച് കാണാൻ പോവാടാ. ഇല്ല. ഇല്ലടാ. എന്താടാ ഇല്ലാത്തത്? കാരണം എന്താന്ന് വെച്ചാൽ ഇന്നത്തെ ഫുട്ബോൾ മാച്ച് രാവിലെ തന്നെ ക്യാൻസൽ ആയി കഴിഞ്ഞു. എന്ത്? മാച്ച് ക്യാൻസൽ ആയി പോയെന്നോ? ഇടാ, നിനക്കത് അറിയായിരുന്നോ? ഇടാ, എന്നിട്ട് എന്താണ് നീ എന്നോട് പറയാത്തത്? നീ എന്താടാ വിചാരിച്ചത്? നീ സയൻസ് പ്രോജക്റ്റിന്റെ പേരും പറഞ്ഞ് എന്നെ കുടുക്കിക്കളയെന്ന് വിചാരിച്ചല്ലേ? ഞാൻ നിന്നെ അങ്ങനെ വിട്ടേക്കെന്ന് വിചാരിച്ചോ? പറയടാ. എന്റെ കൂടെ കിടന്ന് ഓടി ഓടി നീ ഒരു വഴിയായല്ലേ? മിണ്ടരുത്, പറഞ്ഞേക്കാം. എന്റെ സയൻസ് പ്രോജക്റ്റ് എനിക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് തന്നതിൽ നോ താങ്ക്സ്. അടുത്ത പ്രാവശ്യം നിന്റെ സയൻസ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ മറക്കരുത്. ഓൾറൈറ്റ്? അല്ലെങ്കിൽ ആർക്കറിയാം, ശരിക്കും ഫുട്ബോൾ മാച്ച് നീ മിസ് ചെയ്താലോ?